ഞാൻ തുറക്കാം. അമ്മേ, അങ്ങനെ 7 കടലും 7 മലയും കടന്ന് ഇവിടെ വരേണ്ട അവസ്ഥയുണ്ടാക്കിയില്ലേ? ഹലോ ഹലോ ഹലോ. ഹായ്, ആരാ? ഐ ആം ഹരീഷ്. ഹായ് അമ്മേ. ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ, ഇവനാള് പെശകാണല്ലോ. ഇവിടെ നിങ്ങളാണോ സീതാപ്പച്ചി? ഞാൻ വേറെ രൂപ പ്രതീക്ഷിച്ചത്. വേറെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ട്വിൻസ് അല്ലേ? അതുകൊണ്ട് രാജശേഖരൻ സാറിന് മീശയില്ലാതെ മുടിയെല്ലാം പിന്നിട്ട് പൊട്ടുകുത്തി, ചുരുക്കി പറഞ്ഞ നിങ്ങളെത്ര സുന്ദരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ദേവുവിന്റെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. അമ്മയ്ക്കോ? അമ്മയുടെ ദേഷ്യം പോയോ? ആഹാ, അത്ര പെട്ടെന്ന് പോവോ? അമ്മേ, അങ്കിളും ഞാനും തമ്മിലാ പ്രശ്നം. എനിക്കതിൽ വിഷമമില്ല. അതിന് നിങ്ങൾ വീട് വിട്ടിറങ്ങിയിട്ട് ഇപ്പൊ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ പോലും ഏത് സമയത്ത് അത് സംഭവിക്കാം. തേനെ പാലേന്ന് വിളിച്ച കവിത വരെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ വേലക്കാരിയെ പോലെ കണ്ട സഹിച്ച് ജീവിക്കണം എന്നാണോ? ഇവള് കല്യാണം കഴിച്ചത് കമ്മീഷണറെ അല്ല, വെറും ഒരു സാധാരണ മനുഷ്യനെയാ. ഇനി വെറും ഒരാഴ്ചയിലേ ഉള്ളൂ വിവാഹ വാർഷികത്തിന്. അതിനിടയ്ക്ക് എങ്ങനെയൊക്കെ? വിവാഹ വാർഷികം നടക്കട്ടെ. നിനക്ക് ആരുടെ മനസ്സ് മാറ്റാൻ സാധിക്കില്ല. നിന്റെ കാര്യം നീ നോക്ക്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. സരോജിനി അകത്ത് പോ. അമ്മേ, എന്താ നോക്കി പേടിപ്പിക്കുന്നേ? അമ്മയ്ക്ക് എന്നോടൊന്ന് പറയണമെന്നുണ്ട്. അവൾ എന്തു പറയണമെന്ന് വിചാരിച്ചോ അതാ ഞാനും പറഞ്ഞേ. ഇനി ഇതിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ എനിക്കറിയില്ല. ഓ, എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചില്ലേ. ബാക്കി ഞാൻ ചെയ്തോളാം. നിങ്ങൾ ആരൊക്കെ എതിർത്താലും ഞാൻ അവരെ ഒന്നിപ്പിച്ചിരിക്കും. ഓക്കേ? നീ വിളിച്ച അവള് വരില്ല. പറ്റുമെങ്കിൽ അവനോട് ഒന്ന് വിളിക്കാൻ പറ. ഹലോ ഹലോ സർ, ഞാനാ സംസാരിക്കുന്നത്. സർ, സരോജിനി അമ്മ സീതാപ്പച്ചിയുടെ വീട്ടിൽ തന്നെയാ ഉള്ളത്. വേണ്ട, എനിക്ക് അതിനെ കുറിച്ച് കേൾക്കണ്ട. സാറ് ചെന്ന് വിളിച്ചാലേ അവര് വരുള്ളൂ എന്ന് പറയുന്നു സർ. അവള് വരണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ. വരാതിരിക്കുന്നതന്നെ എനിക്കിഷ്ടം. എന്താ സാർ ഇത്? നീ പറയുന്നത് കേൾക്കടാ. ഞാനിവിടെ CM-ന്റെ മീറ്റിംഗിലുള്ളത്. ഇനി നീ ഡിസ്റ്റർബ് ചെയ്താ സ്പെഷ്യൽ സ്ക്വാഡിനെ വിട്ട് നിന്നെ പൊക്കി അകത്തിടും. ഈ CM ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് ബൊക്കയുമായിട്ട് വരും. അതിൽ നിന്ന് 1-2 പൂവെടുത്തിട്ട് സാറ് ചെവിയിൽ തിരിയിക്കും. അയ്യടാ, നിന്റെ മൂക്കിലെ തിരുവാൻ പോന്നു. വയ്ക്കടാ ഫോൺ.